ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് അനുജ്. എല്ലാ മച്ചാന്മാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ KSRTC മിന്നൽ ബസ് മിനിയേച്ചറിൻ്റെ സ്കെയിൽ മെഷർമെൻറ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ മെഷർമെൻറ്റ്സിൽ ചെറിയ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ബസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, ബസ്സിൻ്റെ വീതി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററാണ്. ബസ്സിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 43.3 സെൻറ്റിമീറ്ററാണ് ടോട്ടൽ ലെങ്ത്ത്. അതായത് ഫ്രണ്ട് ബമ്പർ ടു ബാക്ക് ബമ്പർ ലെങ്ത്ത് 43.3 സെൻറ്റിമീറ്ററാണ്. ഇനി നമുക്ക് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ, 10 സെൻറ്റിമീറ്റർ വീതിയുള്ള ബസ്സിൻ്റെ ടയർ ഔട്ടർ ഡയ എന്ന് പറയുന്നത് 3.9 സെൻറ്റിമീറ്ററും ഇന്നർ ഡയ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററും ആയിരിക്കും. ടയർ തിക്നെസ് എന്ന് പറയുന്നത് 1.2 സെൻറ്റിമീറ്ററാണ്. അതിന് ഇതിൻ്റെ ഒരു കർവ് വരുന്നതുകൊണ്ട് ഇതിൻ്റെ ആ ഉൾഭാഗത്തിൻ്റെ തിക്നെസ് എന്നത് 0.8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ബസ്സിൻ്റെ സൈഡ് വശത്തേക്കുള്ള ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ, ഫ്രണ്ട് ബമ്പർ ടു ബാക്ക് ബമ്പർ ലെങ്ത്ത് എന്ന് പറയുന്നത് 43.3 സെൻറ്റിമീറ്ററാണ്. ഇതിനെ 3 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്രണ്ട് ഓവർ ഹാങ്, റിയർ ഓവർ ഹാങ്, പിന്നെ വീൽ ബേസ്. ഫ്രണ്ട് ഓവർ ഹാങ് എന്ന് പറയുന്നത് ഫ്രണ്ട് ബമ്പർ ടു ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ വരെയുള്ള ലെങ്ത്ത്, അതെന്ന് പറയുന്നത് 8.4 സെൻറ്റിമീറ്ററാണ്. ഇനി വീൽ ബേസ് എന്ന് പറയുന്നത് ഫ്രണ്ട് വീൽ സെൻറ്റർ ടു ബാക്ക് വീൽ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസാണ്. അത് 22.1 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. പിന്നെ റിയർ ഓവർ ഹാങ് എന്ന് പറയുന്നത് ബാക്ക് വീൽ സെൻറ്ററിന് ബാക്ക് ബമ്പർ വരെയുള്ള ലെങ്ത്താണ്. അതെന്ന് പറയുന്നത് 12.8 സെൻറ്റിമീറ്ററാണ്. പിന്നെ നമുക്കറിയാലോ, ബസ്സിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ അല്പം ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക ഇതേപോലെ. അപ്പോൾ ആ ഡിസ്റ്റൻസ് ബാക്ക് ബമ്പറിൽ നിന്നും ഒരു 6 സെൻറ്റിമീറ്റർ ഇപ്പുറത്താണ് ആ ചെരിവ് തുടങ്ങേണ്ടത്. ഒരു 0.2 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ആ ചെരിവ് എൻഡ് ചെയ്ത് നിൽക്കേണ്ടത്. ബസ്സിൻ്റെ വീലാർസിൻ്റെ ലെങ്ത്ത് 4.6 സെൻറ്റിമീറ്ററും ഹൈറ്റ് 2.3 സെൻറ്റിമീറ്ററാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ KSRTC മിന്നൽ അല്ലെങ്കിൽ സൂപ്പർ ഡീലക്സ് മോഡൽ ബസ്സിൻ്റെ വീലാർസ് എന്ന് പറയുന്നത് ഒരു സർക്കിളായിട്ടല്ല, ഹാഫ് സർക്കിളായിട്ടല്ല ഉണ്ടാവുക. അതിന് ടോപ്പ് കുറച്ച് ഫ്ലാറ്റായിട്ടാണ് ഉണ്ടാവുക. ഇതേപോലെ ആ ഫ്ലാറ്റ് ഭാഗത്തിൻ്റെ ലെങ്ത്ത് 2 സെൻറ്റിമീറ്ററുമാണ്. പിന്നെ ഈ കാര്യം നമുക്കറിയാലോ, നമ്മൾ ഈ സൂപ്പർ ഡീലക്സ് KSRTC ബസ്സുകളിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് വെച്ചാൽ കുറച്ച് താഴ്ന്നിട്ടാണ് ഉണ്ടാവുക. അതായത് ബാക്കി ബോഡീനെ അപേക്ഷിച്ച് ഫ്രണ്ട് ഭാഗം കുറച്ച് താഴ്ന്നിട്ടാണ് ഉണ്ടാവുക. അതെന്ന് വെച്ചാൽ ഈ ബാക്കി ബോഡീൻ്റെ എൻഡിൽ നിന്ന് ഒരു 0.3 സെൻറ്റിമീറ്റർ താഴ്ന്നിട്ടാണ് ഫ്രണ്ട് ഭാഗം കൊടുത്തിട്ടുള്ളത്. ബസ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ഭാഗത്ത് എന്ന് വെച്ചാൽ 10.9 സെൻറ്റിമീറ്റർ ഉണ്ടാവും ടോട്ടൽ ഹൈറ്റ്. ബസ്സിൻ്റെ ഫ്രണ്ട് കൗളിൻ്റെ ഹൈറ്റ് 4.9 സെൻറ്റിമീറ്ററും ആയിരിക്കും. പിന്നെ ബസ്സിൻ്റെ ബാക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10.2 സെൻറ്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. ഇനി ബസ്സിൻ്റെ മുകൾ ഭാഗത്തെ ലെങ്ത്ത്, ഈ ഫ്രണ്ടിലൊരു ചെറിയ ചെരിവുള്ളത് കൊണ്ട് തന്നെ മുകൾ ഭാഗത്തെ ലെങ്ത്ത് കുറച്ച് കുറയും. അതായത് 41.3 സെൻറ്റിമീറ്ററാണ് ഈ മുകൾ ഭാഗത്തെ ലെങ്ത്ത് ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം, KSRTC മിന്നലിൻ്റെ ബാക്ക് ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടല്ല ഉള്ളത്, കുറച്ച് ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ആ ചെരിവ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഒരു 0.3 സെൻറ്റിമീറ്റർ ഇപ്പുറത്തേക്ക് വെച്ചിട്ടാണ് ഉണ്ടാവുക. ആ ചെരിവ് നമ്മളെ ഈ വിൻഡോൻ്റെ ആ ഒരു ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ ബസ്സിൻ്റെ ബേസിൽ നിന്നും ഈ ബീഡിങ്ങിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 3.2 സെൻറ്റിമീറ്ററാണ്. ബീഡിങ് ഒരു 0.2 സെൻറ്റിമീറ്റർ തിക്നെസ്സുള്ള ബീഡിങ്ങാണ് കൊടുക്കേണ്ടത്. ആ ബീഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നും നമ്മളെ വിൻഡോൻ്റെ ആ ഒരു പോർഷൻ വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 3.1 സെൻറ്റിമീറ്റർ ആയിരിക്കും. വിൻഡോൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്ററാണ്. പിന്നെ അതിൻ്റെ മുകളിലൊരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ടാവും. ആ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഹൈറ്റ് 0.8 സെൻറ്റിമീറ്ററും. ക്വാർട്ടർ ഗ്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ടോപ്പിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 0.6 സെൻറ്റിമീറ്ററാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചറിയോ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലാക്ക് ഫ്രെയിം ഉണ്ടാവും ഇതേപോലെ. അതിൻ്റെ ഓരോന്നിൻ്റെയും തിക്നെസ് എന്ന് പറയുന്നത് 0.2 സെൻറ്റിമീറ്ററാണ്. അതായത് ഇതിൻ്റെ ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള തിക്നെസ് എന്ന് പറയുന്നത് 0.2 സെൻറ്റിമീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വിൻഡോൻ്റെ ലെങ്ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫ്രണ്ട് ഏറ്റവും ആദ്യത്തെ വിൻഡോവും ഏറ്റവും അവസാനത്തെ വിൻഡോവും ഒഴികെ ബാക്കി എല്ലാ വിൻഡോൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4.6 സെൻറ്റിമീറ്ററാണ്. അതേ ലെങ്ത്ത് തന്നെയാണ് ഈ ക്വാർട്ടർ ഗ്ലാസ്സിനുണ്ടാവുക. ഏറ്റവും ഫ്രണ്ടിലത്തെ വിൻഡോൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് 3.2 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് ഉണ്ടാവുക. അതിൻ്റെ ടോപ്പ് ഭാഗത്ത് 2.7 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് ഉണ്ടാവുക. ഇനി ഏറ്റവും ബാക്കിലത്തെ വിൻഡോ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 2.7 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ഈ ഫ്രണ്ട് ഡോറ് ഇവിടുന്ന് മുതൽ ഇവിടം വരെ ഡോറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.6 സെൻറ്റിമീറ്റർ ഉണ്ടാവും.
ഈ ഫ്രണ്ട് ഗ്ലാസ് കൂടാണ്ട് 2 ക്വാർട്ടർ ഗ്ലാസും കൂടി ഉണ്ടാവും. അതിൽ ഈ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഈ ചെറിയ ഭാഗത്തുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 0.7 സെൻറ്റിമീറ്ററും ഈ ഒരു വലിയ ഭാഗത്തുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് 1.3 സെൻറ്റിമീറ്ററാണ് എടുക്കേണ്ടത്. ഏകദേശം ഈ ഷേപ്പിൽ കിട്ടണം സാധാരണ. അതുകൂടാണ്ട് താഴെ ഒരു ക്വാർട്ടർ ഗ്ലാസും കൂടി ഉണ്ട്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററും ലെങ്ത്ത് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററുമാണ്. ഈ ബസ്സിൻ്റെ ബാക്ക് പോർഷനിൽ നിന്നും ഒരു 0.8 സെൻറ്റിമീറ്റർ ഇപ്പുറത്തു നിന്നാണ് ഈ വിൻഡോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, വിൻഡോൻ്റെ പില്ലറുകളുടെ തിക്നെസ്. ഓരോ പില്ലറുകളുടെ തിക്നെസ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 0.3 സെൻറ്റിമീറ്ററാണ്. അതിൽ ഈ ഫ്രണ്ട് ഈ ഡോറ് വരുന്ന ആ ഒരു സ്ഥലത്തുള്ള മാത്രം തിക്നെസ് 0.4 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഫോറക് ഷീറ്റിൽ വരച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതേ അളവിൽ തന്നെ മുറിച്ച് കട്ട് ചെയ്യാൻ പാടില്ല. ചെറിയൊരു വ്യത്യാസം വരുത്താനുണ്ട്. അത് എവിടെയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിലും ഈ ബാക്കിലും പിന്നെ ഈ ബസ്സിൻ്റെ ടോട്ടൽ ഹൈറ്റിലും. അതെന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രണ്ടിൽ ഈ ഒരു 0.8 സെൻറ്റിമീറ്റർ, അതായത് ബമ്പറിൽ നിന്നും ഒരു 0.8 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വന്നിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കാരണം വെച്ചാൽ ഇതിൻ്റെ നമ്മൾ മുന്നിലോട്ട് ഒരു ഫ്രണ്ട് കവളും കൂടി ചേർത്ത് ഒട്ടിക്കുമല്ലോ. അപ്പം അതിൻ്റെ ഒരു എലവൻസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 0.8 സെൻറ്റിമീറ്റർ നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ട് കട്ട് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിൽ ഒരു 0.2 സെൻറ്റിമീറ്റർ ഇപ്പുറം വെച്ച് കട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ പുറകിൽ ആ ഒരു പോർഷൻ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ലെങ്ത് ഉള്ളൂ. അതുപോലെ തന്നെ ടോപ്പിലും ഒരു 0.2 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമാണ് മുകളിൽ ആ ഒരു പീസ് ഒട്ടിക്കുമ്പോൾ ഹൈറ്റ് കറക്റ്റ് അളവായിട്ട് വരുള്ളൂ. പിന്നെ ചെറിയ ഡീറ്റെയിൽസ് നോക്കിയാൽ നമ്മളെ ബമ്പറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.4 സെൻറ്റിമീറ്റർ ഉണ്ടാവും. പിന്നെ ഒരു സംഭവം നോക്കിയാൽ അറിയാലോ, ബമ്പറിലെന്ന് വെച്ചാൽ കുറച്ച് കർവ് ചെയ്തിട്ടാണ് വേണ്ടത്. ഇനിയിപ്പോൾ ബസ്സിൻ്റെ സീറ്റുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, ഈ KSRTC മിന്നൽ അല്ലെങ്കിൽ സൂപ്പർ ഡീലക്സ് മോഡലുകൾക്ക് 2 സീറ്റ് ഉള്ള സെറ്റുകളാണ് ഉണ്ടാവുക. അതുതന്നെ സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റുകളായിരിക്കും. നമ്മുടെ സാധാരണ KSRTC പോലെ ബെഞ്ച് ടൈപ്പ് സീറ്റുകളായിരിക്കില്ല. ആ സീറ്റിൻ്റെ ടോട്ടൽ വീതി എന്ന് പറയുന്നത്, ഇരിക്കുന്ന വശത്തിൻ്റെ ടോട്ടൽ വീതി എന്ന് പറയുന്നത് 3.2 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമ്മൾ ചാരുന്ന വശത്തിൻ്റെ ഓരോ പീസിൻ്റെ വീതി എന്ന് പറയുന്നത് 1.5 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇടയിലൊരു 0.2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഈ ഹാൻഡ് റെസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ചാരുന്ന വശത്തിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 3.2 സെൻറ്റിമീറ്ററാണ്. ആ ഒരു ലെങ്ത്തിൽ തന്നെ ആ മുകളിലത്തെ ഒരു 0.7 സെൻറ്റിമീറ്റർ എന്നത് ഹെഡ് റെസ്റ്റാണ്. അതിൻ്റെ താഴെയുള്ള ഒരു 2.5 സെൻറ്റിമീറ്റർ നമ്മൾ ചാരുന്ന ഭാഗവും. ഈ ഹെഡ് റെസ്റ്റിൻ്റെ വീതി എന്ന് പറയുന്നത് ഈ സീറ്റിൻ്റെ വീതിനെക്കാട്ടിയും കുറച്ച് കുറവായിരിക്കും. അത് 1.1 സെൻറ്റിമീറ്ററാണ്. ആ ഒരു സീറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ തിരിയും. ഈ സീറ്റുകളുടെ ടോട്ടൽ തിക്നെസ് എന്ന് പറയുന്നത് 0.4 സെൻറ്റിമീറ്ററാണ്. അതായത് 4 mm തിക്നെസ്സുള്ള ഷീറ്റിലാണ് സീറ്റ് ചെയ്യുന്നത്. ഈ ഹെഡ് റെസ്റ്റിൻ്റെ മാത്രം തിക്നെസ് 0.6 എടുത്തിട്ടുണ്ട് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി. പിന്നെ ഈ ഒരു കൈവെക്കുന്ന ഹാൻഡ് റെസ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 1.8 സെൻറ്റിമീറ്റർ, തിക്നെസ് 0.2 സെൻറ്റിമീറ്ററും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇരിക്കുന്ന വശത്തിൻ്റെ ഈ ഒരു പോർഷനിലുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 1.8 സെൻറ്റിമീറ്ററാണ്. ഈ ഒരു പോർഷൻ്റെ ലെങ്ത്ത് 1.8 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ ലെഗ്സായിട്ട് യൂസ് ചെയ്തത് ഒരു 1 സെൻറ്റിമീറ്റർ ലെങ്ത്തും അടുത്തുള്ള സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സീറ്റിൻ്റെ ഡീറ്റെയിൽസ് ഏകദേശം ഈ ഒരു പിക്ചറിന് നല്ല ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സീറ്റുകളുടെ എണ്ണം വേണ്ടതെന്ന് വെച്ചാൽ ഈ 2 സീറ്റിൻ്റെ ഒരു 20 സെറ്റാണ് വേണ്ടത്. അതായത് ടോട്ടൽ 40 സീറ്റ്. 2 സീറ്റിൻ്റെ 20 സെറ്റ്, അതായത് ഓരോ സൈഡിലും 10 വീതം. ബസ്സിൻ്റെ ഫ്രണ്ട് വശം നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞു വീതി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററാണ്. അതേസമയം നമ്മൾ നേരെ ടോപ്പ് പോർഷനിലേക്ക് എത്തുമ്പോൾ വീതി അത്രയും ഉണ്ടാവില്ല. ഒരു 9.4 സെൻറ്റിമീറ്റർ മാത്രമേ വീതി ഉണ്ടാവും. കാരണം വെച്ചാൽ ആ ഒരു കർവ് ഉണ്ടാവുമല്ലോ ബസ്സിൻ്റെ, ആ കർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ബസ്സിൻ്റെ ഒരു സൈഡിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 10.9 സെൻറ്റിമീറ്ററാണ്. നേരത്തെ പറഞ്ഞു ബമ്പറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.4 സെൻറ്റിമീറ്ററാണ്. ഈ ബമ്പറിൽ നിന്നും ഒരു 0.3 സെൻറ്റിമീറ്റർ മുകളിലായിട്ടാണ് ഹെഡ്ലൈറ്റ് പോർഷൻ വരുന്നത്. ഹെഡ്ലൈറ്റ് പോർഷൻ്റെ ആ ഗ്രൂവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ഹെഡ്ലൈറ്റ് പോർഷൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് താഴ്ഭാഗത്ത് 2.5 സെൻറ്റിമീറ്ററും മോൾ ഭാഗത്ത് 2.2 സെൻറ്റിമീറ്റർ ഉണ്ടാവും. ഫ്രണ്ട് കൗളിൻ്റെ ടോട്ടൽ ഹൈറ്റ്, അതായത് ഫ്രണ്ട് ബമ്പറിൻ്റെ എൻഡ് മുതൽ ഈ ഗ്ലാസ് പോർഷൻ വരെയുള്ള ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 4.9 സെൻറ്റിമീറ്ററാണ്. അതിൽ തന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഉണ്ട് ബസ്സിന്. ആ ഒരു ഡിസൈൻ്റെ ഭാഗമായിട്ടുള്ളൊരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 4.1 സെൻറ്റിമീറ്ററാണ്. ബസ്സിൻ്റെ ഗ്രില്ലിൻ്റെ കാര്യം പറയുമ്പോൾ
ഗ്രില്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.4 സെൻറ്റിമീറ്ററാണ്. ഗ്രില്ലിൻ്റെ താഴ്ഭാഗത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത് 3.4 സെൻറ്റിമീറ്ററും മുകൾ ഭാഗത്തുള്ള ലെങ്ത്ത് 4.4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ബസ്സിൻ്റെ ബാക്ക് സൈഡിലെ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ വിഡ്ത്ത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴത്തെ പോർഷനിൽ 10 സെൻറ്റിമീറ്ററും മുകളിൽ 9.4 സെൻറ്റിമീറ്ററും ഉണ്ടാവുക. പിന്നെ നമ്മളുടെ ഒരു മെയിൻ ഗ്ലാസ് ഉണ്ടല്ലോ, ആ മെയിൻ ഗ്ലാസിൻ്റെ അളവുകൾ എന്ന് പറയുന്നത് മെയിൻ ഗ്ലാസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 4.7 സെൻറ്റിമീറ്ററും ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററാണ്. ഈ മെയിൻ ഗ്ലാസ് ബോട്ടം എൻഡിൽ നിന്നും ഒരു 5 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഉണ്ടാവുക. അതായത് ഈ ബീഡിങ്ങിലേക്കുള്ള 3 സെൻറ്റിമീറ്റർ പ്ലസ് ഒരു 2 സെൻറ്റിമീറ്റർ, അങ്ങനെ 5 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഈ ഗ്ലാസ് വേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീഡിങ്ങിലേക്കുള്ള ഹൈറ്റ് ബോട്ടമിന് 3 സെൻറ്റിമീറ്ററാണ്. ഇനി എക്സ്ട്രാ 2 ഗ്ലാസുകൾ. ആ ഗ്ലാസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.8 സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റ്. അതിൻ്റെ ബോട്ടം പോർഷനിലെ ലെങ്ത്ത് 1.1 സെൻറ്റിമീറ്ററും ഈ ടോപ്പ് പോർഷനിൽ ഈ ചെറിയ ലെങ്ത്ത് 0.9 സെൻറ്റിമീറ്ററാണ്. കാരണം ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. ആ ഗ്ലാസ്സുകൾ തന്നെ മെയിൻ ഗ്ലാസിൻ്റെ ആ ബേസ് പോർഷനിൽ നിന്നും ഒരു 1.3 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയുന്നതാണെങ്കിൽ നമ്മൾ ഈ റൂട്ട് ബോർഡാണ്. റൂട്ട് ബോർഡിൻ്റെ ലെങ്ത്ത് ഇപ്പം കൊടുത്തിട്ടുള്ളത് 3 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഹൈറ്റ് എന്ന് പറയുന്നത് 0.8 സെൻറ്റിമീറ്ററുമാണ്. പിന്നെ ഈ നമ്പർ പ്ലേറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ അതൊരു 1.3 സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള ഒരു ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.